പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ വയനാട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിലെ ഒരു വിഭാഗത്തിനുള്ള തെറ്റിദ്ധാരണ മാറിക്കിട്ടിയോ? വയനാട് ഉരുൾപൊട്ടലിൽ രാജ്യത്തിൻ്റെ മറുപടി ഇന്ന് പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയിൽ കണ്ടതു വച്ചാണെങ്കിൽ ആശ്വസിക്കാൻ വകയുണ്ട്. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ, സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കാൻ കേന്ദ്രം ഉണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മുണ്ടക്കൈ ചൂരൽമല പൊട്ടലിനെ കാണുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ മോദി സർക്കാർ കേരളം പറയുന്നതിനെ അംഗീകരിക്കുകയാണോ? കേരളം ആവശ്യപ്പെട്ട ടൗൺഷിപ്പിനുള്ള 2000 കോടിക്ക് പുറമെ നഷ്ടം നികത്താൻ 1200 കോടി വേറെ വേണം. ലോൺ എഴുതിത്തള്ളണം. കാർഷിക മേഖലയ്ക്ക് സഹായം വേണം. ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി എന്ത് എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. കേരളം വിശദമായ നിവേദനം നൽകണം. ദുരന്തത്തെ അതിജീവിച്ച ദുരന്തത്തിൽപ്പെട്ടവരെ പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇരകളോട് പ്രധാനമന്ത്രി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി ദുരന്തഭൂമിയുടെ മനസ്സ് അറിഞ്ഞു പ്രധാനമന്ത്രി. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ നഷ്ടം എന്താണെന്ന് പ്രധാനമന്ത്രിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും പതിവിലേറെ പരിശ്രമിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടും നിവേദനവും വിശദീകരണവും അംഗീകരിച്ച് വയനാടിന് പുതുജീവൻ നൽകേണ്ടത് ഇനി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തികളാണ്. ദുരിതം പെയ്തിറങ്ങിയ രാത്രിയിൽ നിന്ന് ഈ 12ാം നാൾ ആകുമ്പോൾ ഇല്ലാതായിപ്പോയ നാടിനെ തിരിച്ചു പിടിക്കാൻ, കേരളത്തിൻ്റെ വയനാടിൻ്റെ കൈ പിടിക്കാൻ ശരിക്കും കേന്ദ്രം കൂടെ ഉണ്ടാകുമോ? മോർബി ഡാം ദുരന്തം കണ്ട മോദിക്ക് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ കണ്ണിൽ ഇത് ദേശീയ ദുരന്തമോ അതോ അതിതീവ്ര ദുരന്തമോ എന്നാണ് ഇനി അറിയേണ്ടത്.